നമസ്കാരം. ഇസ്രായേലിന് ഇറാൻ എന്ന രാജ്യത്തോടുള്ള പക ഒരിക്കലും അവസാനിക്കുന്നില്ല. കാരണം ഇറാൻ എല്ലാ കാലത്തും നാശം ആഗ്രഹിച്ചിരുന്ന രാജ്യമാണ് ഇസ്രായേൽ. അവർ നേരിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ കൂടാതെ ഹിസ്ബുള്ള, ഹൂത്തി മുദർ, ഹമാസ് തുടങ്ങിയ തീവ്രവാദ സംഘടനകൾ വഴി, അതായത് പ്രോക്സികൾ വഴിയും നിരന്തരമായി അവർ ഇസ്രായേലിനെ ആക്രമിക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ 2023 ഒക്ടോബർ 7 നടന്ന ഹമാസ് ആക്രമണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇറാനാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ എങ്ങനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇറാൻ ഭരണകൂടം അവരുടെ പ്രോക്സികളായി പ്രവർത്തിക്കുന്ന ഈ തീവ്രവാദ സംഘടനകളുമായി നേരിട്ട് ഇടപഴകാൻ ഏൽപ്പിച്ചിട്ടുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വിഭാഗമായ IRGC ആണ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാൻ സൈന്യത്തിലെ ഏറ്റവും സുശക്തമായൊരു വിഭാഗമാണ് ഇത്. ഇവർ തന്നെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന തീവ്രവാദി ആക്രമണങ്ങൾക്ക് പിന്നിലും പ്രവർത്തിക്കുന്നത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ കണ്ണിലെ കരടാണ് ഈ IRGC. IRGCയുടെ മേധാവിമാരെ അല്ലെങ്കിൽ തലപ്പ് തിരിക്കുന്നവരെ ഓരോരുത്തരെ വധിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. ഏതായാലും ഇന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് IRGCയുടെ ഇൻ്റലിജൻസ് മേധാവിയെ ഇസ്രായേൽ വധിച്ചിരിക്കുന്നു. ഇസ്രായേൽ പോർവിമാനങ്ങൾ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് ഈ മേധാവി കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. മജീദ് ഖാദമി എന്നാണ് ഈ ഇൻ്റലിജൻസ് തലവൻ്റെ പേര്. ഇയാളെ ആക്രമിക്കുന്നതിന് അല്ലെങ്കിൽ വധിക്കുന്നതിനായി നേരത്തെ ഇസ്രായേൽ പലതവണ ശ്രമിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും തന്നെ ഇയാളെ വധിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, അത്ഭുതകരമായി ഇവരുടെ പല വധശ്രമങ്ങളിൽ നിന്ന് ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ഈ ഖാത്തമയുടെ പിന്നാലെയായിരുന്നു ഇസ്രായേലും അവരുടെ ചാര സംഘടനയായ മൊസാദും. കഴിഞ്ഞ ഫെബ്രുവരി 28 ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൊല്ലപ്പെട്ട ആ ദിവസം IRGCയുടെ നിരവധി പ്രമുഖരാണ് അന്ന് വധിക്കപ്പെട്ടിരുന്നത്. പക്ഷേ അന്നും ഖാത്തമി രക്ഷപ്പെടുകയായിരുന്നു. IRGCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 പേരിൽ ഒരാളാണ് ഈ ഖാത്തമി. അതുകൊണ്ട് തന്നെ ഇയാളെ വധിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാന പ്രശ്നമായിരുന്നു. ഏതായാലും ഖാത്തമി കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ഇപ്പോൾ ഇറാനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു എന്നാണ് ഇറാൻ പ്രഖ്യാപിക്കുന്നത്. അതേസമയം തങ്ങളുടെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരുന്ന ശത്രുവിനെ വധിച്ചു എന്നാണ് ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ IRGC ദുർബലമായാൽ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ശത്രുരാജ്യങ്ങൾക്കെതിരെ നേരിട്ടും അതുപോലെ തീവ്രവാദി സംഘങ്ങൾ വഴിയുമൊക്കെ തന്നെ എല്ലാ തരത്തിലുമുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഈ സൈനിക വിഭാഗമാണ്. ഇവർ സൈനികരാണെങ്കിൽ പോലും ഇത് ഫലത്തിൽ ഒരു തീവ്രവാദ സംഘടനയുടെ അതേ രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇൻ്റലിജൻസ് മേധാവി കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇറാനെ സംബന്ധിച്ച നിരവധി സുപ്രധാന രഹസ്യങ്ങൾ കയ്യിലുള്ള വ്യക്തിയായിരുന്നു ഈ ഖാത്തമി. അതുകൊണ്ട് തന്നെ ഇയാളുടെ വധത്തോടു കൂടി ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്തർദേശീയ തലത്തിൽ തന്നെയുള്ള വലിയൊരു ഭീകര സംഘടനയുടെ നെറ്റ്വർക്കുമായുള്ള ബന്ധം ഒരുപക്ഷെ ഇല്ലാതാകാൻ പോലും ഇയാളുടെ വധത്തിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ സംയുക്തമായി ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും അമേരിക്ക പലപ്പോഴും ഒത്തുതീർപ്പിൻ്റെ പാതയിലേക്ക് തിരിയുമ്പോൾ ഇസ്രായേൽ ആകട്ടെ ഒരു തരത്തിലും ഒത്തുതീർപ്പിന് തങ്ങൾ ഇല്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നതും ഒരുപക്ഷെ ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം. ഇറാനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. തങ്ങളുടെ രാജ്യത്ത് നേരിട്ട് ആക്രമണം നടത്തിയും ഈ മറ്റ് തീവ്രവാദ സംഘടനകൾ വഴിയും ദുരന്തം ഉണ്ടാക്കുന്ന ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പരമാവധി ഇറാനിലെ നേതാക്കന്മാരെ വധിക്കുന്ന കാര്യത്തിൽ ഇവർ ഇപ്പോൾ അതീവ താല്പര്യമെടുത്തിരിക്കുന്നത്. നേരത്തെ ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസ്രള്ള ഉൾപ്പെടെയുള്ളവരെ ലെബനിൽ വധിച്ചതും ഇതിൻ്റെയൊക്കെ തന്നെ ഒരു ഭാഗമായിട്ടാണ്. അതുപോലെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാവരെയും ഓരോരുത്തരായി ഇസ്രായേൽ വകവരുത്തിയതൊക്കെ തന്നെ അവരുടെ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ചാണ്. ഒരുപക്ഷെ ഈ ഖാത്തമിയെയും കൃത്യമായി അയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി അയാളെ വധിക്കാൻ പോർവിമാനങ്ങൾ അയച്ചതൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ ഒരു മിടുക്ക് ആയിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. കാരണം ഇവരെല്ലാം തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നും താമസിക്കാതെ ടെൻറ്റുകളിലും മറ്റും ഒളിച്ച് താമസിക്കുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. കാരണം ഏത് നിമിഷമാണെങ്കിലും തങ്ങൾ ആക്രമിക്കപ്പെടാം എന്ന് ഈ ഇറാനിലെ ഏറ്റവും മുതിർന്ന ആളുകൾക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഖാത്തമയുടെ വധം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്.